നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ? ആര് പറഞ്ഞിട്ടാ നന്ദനുമായിട്ട് അടിയുണ്ടാക്കിയേ? ഇങ്ങനെ കൂടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഋഷി തിരിച്ചു വരുമോ? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന്. ആന്റി, ഋഷിയെ കാണാതായതിന്റെ പിറകിൽ ആ നന്ദൻ തന്നെയായിരിക്കും. നേരത്തെ തന്നെ നന്ദൻ ഋഷിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങളീ ചെയ്യുന്നതൊക്കെ ഋഷിക്കും ആന്റിക്കും വേണ്ടിയാ. ആന്റി നോക്കിയോ, ഇതുപോലെ 1-2 വട്ടം കൂടി ആകുമ്പോ കാര്യങ്ങൾ നന്ദൻ തന്നെ തുറന്നു പറയും. ഇതിപ്പോ തല്ലിന്റെ ഇടയിൽ ദേവികയുടെ അച്ഛൻ വന്നു കയറിയോണ്ട അയാൾക്ക് തല്ലുകൊണ്ടത്. നിങ്ങൾ കാരണം ആ പ്രായമായ മനുഷ്യൻ ആശുപത്രിയിലായില്ലേ? പറഞ്ഞല്ലോ ആന്റി, അയാൾക്ക് തല്ല് കിട്ടിയത് ഞങ്ങളായിട്ടല്ല, നന്ദൻ ഞങ്ങളെ അടിച്ചപ്പോഴാ ആ കിളവന് തല്ലുകൊണ്ടത്. ചിലപ്പോ ദേവിക ആന്റിയെ വിളിച്ച് അന്വേഷിക്കും. ഋഷിയുടെ പേരിലാണല്ലോ തല്ല് കിടന്നേ. ആന്റി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ നേരിട്ട് വന്ന് പറയുന്നേ. ആ, നിങ്ങൾ ചെല്ല്. ദേവിക വിളിക്കുമ്പോ പറഞ്ഞാ മതി നന്ദനാണ് അയാളെ തല്ലിയെന്നാണ് ആന്റിക്ക് അറിവ് കിട്ടിയെന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി. ആ, ഋഷി, നിന്റെ കൂട്ടുകാരൻ. വേണ്ടമ്മേ, അമ്മ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഞാനൊക്കെ കേട്ടു. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഇതാണമ്മേ. കണ്ടോ, എനിക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ ഒരുങ്ങാൻ നിൽക്കുന്നത്. നോക്ക്, നന്ദനെ മാത്രല്ല, നീ നിന്റെ കൂട്ടുകാരെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുക. അവരോടെങ്കിലും ഒന്ന് പറ നീ ഇവിടെ ഉണ്ടെന്ന്. ഒക്കെ തക്ക സമയത്ത് ഞാൻ അറിയിക്കും. അമ്മേ, ഞാൻ മരിച്ചു എന്നൊക്കെയുള്ളൊരു തോന്നൽ നന്ദന്റെ മനസ്സിൽ സ്ഥിരമായി നിൽക്കാൻ ഇങ്ങനെയുള്ള ഗിമിക്കുകളൊക്കെ അല്പം നല്ലതാ. തല്ലിന്റെ ഇടയിൽ ദേവികയുടെ തന്തപ്പിടിച്ചെന്ന് കയറിയതുകൊണ്ടല്ലേ അയാൾക്ക് കിട്ടിയത്. എന്തായാലും അത് നന്നായി. അമ്മ കണ്ടോ, ഇനി കഥകൾ വേറെ രീതിയിലൊക്കെ വരും. ദേവികയുടെ അച്ഛനെ നന്ദൻ മനഃപൂർവ്വം തല്ലിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും വരും. അത് നമുക്കും ഗുണമാവുമേ. ദേവികയുടെ അച്ഛന് കിട്ടിയതുപോലൊരു തല്ല് കൂടെ ആ ഗിരിക്കും കൊടുക്കണമായിരുന്നു. അവനിപ്പോ ചന്ദ്രോത്തി ഒരു രക്ഷകന്റെ റോളിലാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് അവസാനിപ്പിക്കാനുള്ള ഭാവമില്ലല്ലേ? നോക്ക് ഋഷി, തീ കളിയാ നീ കളിക്കുന്നേ. ഞാൻ നിന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വിളിച്ച് വിവരം പറയും. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അല്ലാതെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട. നന്ദൻ അവൻ പേടിച്ചുകൊണ്ടേയിരിക്കണം. ആ ഭയം അവന്റെ മനസ്സിൽ കിടന്നാലേ ഉദ്ദേശിച്ച പോലെ എല്ലാം നടത്താൻ പറ്റൂ. നോക്കിക്കോ അമ്മേ, സമാധാനം നഷ്ടപ്പെട്ട് അവന് ഭ്രാന്ത് വരും. അതോടെ ചന്ദ്രോത്ത് വിടങ്ങ് അവസാനിക്കും.